രാധികേ, ചായ എടുത്തോളൂ. ആ മാധവേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ഗുഡ് മോർണിംഗ് അച്ഛാ. ഞാൻ ഇറങ്ങുവാണേ. എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം. അമ്മയോട് ഒന്ന് പറഞ്ഞേക്കണേ. മോൾക്ക് ഇറങ്ങാൻ സമയമായോ? അല്ല, മോളൊന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചിട്ട് പോവാം കുഞ്ഞേ. ഇല്ല അച്ഛാ, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോ അത്യാവശ്യമായി പോയേ പറ്റൂ. ഇറ്റ് വാസ് വെരി അർജന്റ്. ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം. അമ്മയോട് പറഞ്ഞേക്ക്. ശരി മോളെ, എന്നാ പിന്നെ സമയം കളയണ്ട, മോള് പോകാൻ നോക്ക്. മാധവേട്ടാ, ഇതാ ചായ. ആടോ, അവിടെ വച്ചേക്ക്. പിന്നെ രാധു, അഞ്ചുമോള് ഹോസ്പിറ്റലിലോട്ട് പോയി. എന്തോ അത്യാവശ്യം ഉണ്ടെന്നാ എന്നോട് പറഞ്ഞേ. തന്നോടും കൂടെ ഒന്ന് പറയാനാ എന്നോട് പറഞ്ഞത്. ഓ, അച്ഛൻ്റെ സപ്പോർട്ട് കൂടെ നേടി ഇന്നും അവൾ എന്നെ കാണാതെ മുങ്ങിയല്ലേ. ഭക്ഷണം കഴിക്കാതെ ഈ പെണ്ണ് ഈ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. എൻ്റെ ഈശ്വര, ഇങ്ങനെ പോയാൽ ഈ പെണ്ണിൻ്റെ കോലം തന്നെ ആകെ മാറിപ്പോകുമല്ലോ. എൻ്റെ രാധു, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ഒന്നുമില്ലെങ്കിലും അവളൊരു ഡോക്ടറല്ലേ. അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ എന്തായാലും അവൾക്കറിയാതിരിക്കില്ല. പോരാത്തതിന് ക്യാൻറ്റീന്ന് ഫുഡ് കഴിച്ചോളാന്നാ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്. അവൾക്ക് അവളുടേതായ തിരക്കുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണോടോ. എനിക്കറിയാഞ്ഞിട്ടല്ല മാധവേട്ട, പക്ഷേ അവൾ ആകെ ക്ഷീണിച്ചു പോയി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത പോലെയാ എൻ്റെ കൊച്ച് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് എന്തായാലും സങ്കടം വരാതിരിക്കുമോ? എനിക്ക് മനസ്സിലാകൂടോ തന്നെ. അതൊക്കെ പോട്ടെ. അല്ല, ഈ വീട്ടിലെ കാന്താരി ഇതുവരെ എണീറ്റില്ലേ? അയ്യോ, അങ്ങനൊരു സാധനത്തിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. എൻ്റെ ദൈവമേ, ഇത്രയും സമയമായിട്ട് ഒന്ന് ഉറക്കൊണിക്കണമെന്നുള്ള ചിന്ത പോലും ആ പെണ്ണിന് ഇല്ലാണ്ട് പോയല്ലോ. പെട്ടെന്ന് പോയി വിളിച്ചുണർത്തട്ടെ. കോളേജിൽ പോകാനുള്ള സമയമായി അവൾക്ക്. താൻ പോയി അവളെ വിളിച്ചുണർത്ത്, അല്ലെങ്കിൽ അവൾ ഇന്ന് കോളേജിൽ പോകാൻ മടിക്കും. അത് ശരിയാ. ഞാൻ പോയി പെട്ടെന്ന് അവളെ വിളിച്ചുണർത്തട്ടെ. അച്ചു, എടി അച്ചു, എണീക്ക്. നിനക്ക് കോളേജിലൊന്നും പോണ്ടേ? സമയം എത്രയെന്നറിയാവോ? അയ്യോ, സമയം ഇത്രയായോ? എൻ്റെ ദൈവമേ, ഇന്നും ലേറ്റോ ഞാൻ? ലേറ്റ് എന്നോ? ഓവർ ലേറ്റാ നീ. മര്യാദയ്ക്ക് എണീറ്റ് കോളേജിൽ പൊക്കോ. ഓ, അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല. എനിവേസ്, എന്നെ രാവിലെ വിളിച്ചുണർത്തിയതിന് താങ്ക്സ് മമ്മി. എനിക്കിന്ന് അർജൻറ്റായിട്ട് കോളേജിൽ പോകണം. അപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ കോളേജിൽ പോവാൻ ഇത്രയും തിടുക്കം കൂട്ടുന്ന സ്ഥിതിക്ക് എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടിലാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പറയാൻ എന്താന്ന്? ഓ, അപ്പോൾ രാധൂസ് കറക്റ്റായിട്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? രാധൂസ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. എന്തായാലും പറഞ്ഞിട്ട് പോകാം. ഈ അമ്മമാരുടെ അനുഗ്രഹം കിട്ടുന്നത് നല്ലതെന്താ എല്ലാവരും പറയുന്നേ. ഇന്നേ ഫ്രഷേഴ്സ് കോളേജിൽ വരും. സോ ലിറ്റിൽ ബിറ്റ്, വളരെ ചെറിയ രീതിയിൽ റാഗിങ് ഒക്കെ ചെയ്തില്ലെങ്കിൽ സീനിയറാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മേ? ഇപ്പം മനസ്സിലായി. എനിക്ക് അപ്പോഴേ തോന്നിയതാ എന്തോ ഉടായിപ്പൊപ്പിക്കാനാണെന്ന്.
ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചത് എന്തിനാണെന്നറിയോ? ഒന്ന് നന്നാക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കൂടുതൽ തരികട ആകുക നീ ചെയ്യുന്നതിപ്പോൾ. നോ മമ്മി നോ, ഞാനായിട്ട് ആരോടും പ്രശ്നത്തിന് പോയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ടൊരു പ്രശ്നത്തിന് വന്ന വെറുതെ വിടുകയുമില്ല. ഹോ അറിയാവേ. നിന്ന് വാചക കസർത്ത് നടത്താതെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വരാൻ നോക്ക്. ഫുഡും കഴിച്ചിട്ട് പെട്ടെന്ന് കോളേജിൽ പോകാൻ നോക്ക്. പിന്നെ ഒരു കാര്യം, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും കോളേജിൽ ഉണ്ടാക്കി വെക്കരുത് നീ. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ആ പിന്നൊരു കാര്യം, കുളിക്കുന്നൊന്നുമില്ല. കുളിക്കാനുള്ള സമയം തീരെയില്ല. ഞാൻ പെട്ടെന്നൊന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി താഴേക്ക് ഇപ്പം വരും. എൻ്റെ രാധൂസ് പോയി ഈ അച്ചുമുൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്ക്. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം. ചേച്ചിയാണെങ്കിൽ ഡോക്ടർ, അനിയത്തിയാണെങ്കിലോ അതിന് നേരെ എഗെയിനിസ്റ്റ്. മര്യാദയ്ക്ക് പോയി കുളിക്കടി. ഓ പിന്നെ എനിക്കൊന്നും വയ്യ കുളിക്കാൻ. അല്ലേ തന്നെ ഈ ലക്ഷക്കണക്കിനുള്ള ആന പോലും കുളിക്കുന്നില്ല. പിന്നെയല്ലേ ഞാൻ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തെങ്കിലും ചെയ്. ഞാൻ പോകുക എൻ്റെ പാട് നോക്കി. ഹാ പെടങ്കല്ലേ രാധൂസേ. ഞാൻ എന്തായാലും ഫ്രഷായി പെട്ടെന്ന് താഴേക്ക് വരാം. എനിക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കി വെക്ക്. രാധു, നമ്മുടെ മഹിം ഫാമിലിയും നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ആടോ, എത്ര നാളായി എല്ലാവരെയും കണ്ടിട്ട്. അപ്പോൾ വൈകിട്ട് അവർ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണല്ലേ. ഏട്ടാ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഹാ, താൻ ഇങ്ങനെ ധൃതി കൂട്ടാതെടോ. അവരിനി നാട്ടിൽ തന്നെ ഉണ്ട്. എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ. ബാക്കിയെല്ലാം നമുക്ക് കണ്ടതുപോലെ ചെയ്യാം. രാധു, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. എനിക്ക് കോളേജിൽ പോകാൻ ടൈമായി. ബൈ പപ്സ്, ടാറ്റാ. ഡീ പെണ്ണെ, പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് പപ്സ് എന്ന് വിളിക്കരുതെന്ന്. അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നീ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നീ മാധവേട്ടനെ മാധവാന്ന് വിളിക്കേ, അതാ നല്ലത്. ഓക്കെ രാധൂസ്, അപ്പൊ മാധവ ബൈ. ഇവളെ ഞാനിത് നോക്കിക്കോ. ഹേയ് രാധു, അവളെ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്. പിന്നെ അച്ചുമോളെ, എവിടെയും കറങ്ങി നടക്കാതെ ഈവനിങ് നേരത്തെ വീട്ടിലെത്തണം കേട്ടോ. കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ഗസ്റ്റോ? അതാരടാ അപ്പൊ ഇന്ന് ഈവനിങ് വരുന്ന ഗസ്റ്റ്? ആ അതൊക്കെയുണ്ട്. നീ ആദ്യം കോളേജിൽ പോയിട്ട് വാ. ഓ ആയിക്കോട്ടെ മിസ്സസ് രാധിക മാധവ്, ഞാനിതാ പോയി. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. 10 എണ്ണത്തിനെ നോക്കുന്നതിന് തുല്യ ഈ ഒറ്റ എണ്ണത്തിന് ഞാൻ ഈ മേയ്ക്കുന്നത്. ഈ കുറുമ്പ് കാണിക്കുന്നതേ ഉള്ളൂ. ആള് ശരിക്കും പാവമാ. വിക്രമാദിത്യനും വേതാളും എങ്ങോട്ടാണ് ആവോ പോകുന്നത്? നിന്റെ അമ്മുമ്മയുടെ 16 അടിയന്തരത്തിന് എന്തേ വരുന്നോ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഓ, എന്തായാലും ഇപ്പോ ഇത്രയ്ക്ക് കിണിക്കാനിരിക്കുന്നേ? എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു, അത്രേ ഉള്ളൂ. നീ ഇനി അതി പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. ആ മതി മതി,
അല്ലടി, അച്ചു എവിടെ? അവളുടെ കാര്യം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ പോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. ഷെടാ, അവള് വരാതിരുന്ന ഇന്നത്തെ കലാപരിപാടികൾ ഒന്നും നടക്കില്ലല്ലോ. പൊതുവേ അവള് ലേറ്റ് കമ്മിങ്, സോ വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റൂബി. മാഡം അതാ എത്തിയിട്ടുണ്ട്. ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഹാ, വന്നല്ലോ വനമാല. ആഹാ, ചേട്ടന്മാരും ചേച്ചിമാരും കോളേജിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. എന്തായിരുന്നു സംസാരത്തിന്റെ ടോപ്പിക്? ഐ തിങ്ക് ഞാനാണെന്ന് തോന്നുന്നു. Am I right? ഒട്ടും സംശയിക്കേണ്ടതില്ല മോളെ. സംസാരത്തിന്റെ ടോപ്പിക് നീ തന്നെയായിരുന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്റെ ഫോണിൽ എത്ര പ്രാവശ്യം വിളിക്കണം ഒരാള്? നീ എന്തൊക്കെ ഇന്നലെ പറഞ്ഞത്? എന്നിട്ട് ഇന്ന് നീ കാണിച്ചതോ? ഇതിന്റെ എല്ലാം നേരെ തലകൂത്തനെയും. ഓഹോ, അന്ന മോൻ ഫയറിലാണല്ലോ. ഐ എം സോറി കുട്ടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അന്നമ്മോ, നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ജെല്ല് തോന്നുന്നുണ്ട് കേട്ടോ. ആൻഡ് ഞാൻ ലേറ്റ് ആകാനുള്ള റീസൺ മറ്റൊന്നുമല്ല. എസ്റ്റർഡേ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ലേറ്റായി. ബേസിക്കലി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ എനിക്കൊരു ലേറ്റ് ആകുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. സോ ഐ എം എക്സ്ട്രീംലി സോറി ഡിയേഴ്സ്. ഓ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ നിനക്ക് അല്ലേലും പറയാൻ. ശരി, നീ ഉറങ്ങാൻ ലേറ്റായി, അതുകൊണ്ട് എണീക്കാനും ലേറ്റായി, സമ്മതിക്കുന്നു. അപ്പോ നിന്നെ എത്ര പ്രാവശ്യം വിളിക്കണം രാവിലെ? നിനക്ക് ആ ഫോണെങ്കിലും ഒന്ന് എടുത്താൽ എന്താ? ഹാ, എൻ്റെ അന്നമ്മ, നീ ഒന്ന് കൂളാകടോ. ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഫോൺ സൈലന്റ് ആക്കിയിട്ട് കിടന്നത്. സോ നീ എന്നെ വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ല. ഐ എം റിയലി സോറി ഡി. എന്നോടൊന്ന് ക്ഷമിക്കുന്നീ. ആ മതി മതി, ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാ അത് നോക്കാം, പിന്നെ ആവാം ബാക്കിയൊക്കെ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഓ യെസ്, ഐ എം റെഡി. സോ നമുക്ക് തുടങ്ങാല്ലേ? ആഹാ, നമുക്കുള്ള ഇര ദേ വരുന്നുണ്ടല്ലോ. മോളെ നീ ഒന്ന് അങ്ങോട്ട് നോക്ക്. ദേ ഒരു മഞ്ഞക്കിളി വരുന്നുണ്ട്. മഞ്ഞക്കിളിയോ? എവിടെ? ദോ അവിടെ, അങ്ങോട്ട് നോക്കടാ, വായി നോക്കി. മോൾ അവിടെ നിന്നേ. എന്താ മോളുടെ പേര്? എന്താ ചേട്ടാ? ഇന്ദു. എന്തിനാ പേര് ചോദിച്ചേ? ഓ ഓ ഓ, ഇത് അത്. ഓയ് മമ്മൂട്ടി. ചേട്ടാ, ഇന്ദു റെബേക്ക വർഗീസ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെന്താടി നിനക്കൊന്നും മനസ്സിലാകാത്തെ? എന്താ മോളെ, മോടെയാണോ? അയ്യോ, ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചേച്ചി ചോദിച്ചത്. സോറി. ഹേ കാറ്റ്, ആ കുട്ടി സോറി ചോദിച്ചില്ലേ? സോ നമുക്ക് അവളെ അങ്ങ് പറഞ്ഞേക്കാം. വെയിറ്റ്, വെറുതെ അങ്ങ് പോയാൽ ഞങ്ങൾ സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്താ ഒരർത്ഥം? അത് ഞങ്ങൾക്ക് ചീത്ത പേരല്ലേ മോളെ. സോ എപ്പം എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ അല്ലേ കോളേജിൽ? സോ നല്ലൊരു തുടക്കം ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യും, മോളൊരു പാട്ട് പാടാൻ. അയ്യോ ചേച്ചി, എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. അച്ചോടാ,
പാവം കൊച്ചിന് പാട്ട് പാടാൻ അറിയില്ലെന്നാടാ പറയുന്നേ. എന്ത് ചെയ്യാനാ, കഷ്ടമായിപ്പോയി. അല്ല, താനൊരു മൂളിപ്പാട്ടെങ്കിലും പാടാതിരുന്നിട്ടുണ്ടാകില്ലല്ലോ. താനാ പറഞ്ഞത് കള്ളമല്ലേടോ ശരിക്കും? ഈ ഞാനാണെങ്കിൽ പോലും ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്നതാണല്ലോ. എടോ, ഇങ്ങനെയാണ് നമ്മുടെ കഴിവൊക്കെ നമ്മൾ തെളിയിക്കേണ്ടത്. ഇതുപോലെയൊക്കെ തെളിയിച്ചാലേ നമുക്ക് പല അവസരങ്ങളും കിട്ടുള്ളൂ. മനസ്സിലായത് എനിക്ക്. അതുകൊണ്ട് മോളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടന്മാരും ചേച്ചിമാരും ഒന്ന് കേൾക്കട്ടെ മോളുടെ പാട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ. അയ്യോ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഓക്കെ, പാട്ട് പാടാൻ നിനക്ക് അറിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഡാൻസ് ചെയ്യ്. ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. സോ അപ്പൊ എങ്ങനെ കാര്യങ്ങള്? ഡാൻസ് ചെയ്യാൻ തയ്യാറല്ലേ? അയ്യോ സത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ല. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടണം. ഓക്കെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സോ നിനക്കൊരു ടാസ്ക് ഞാൻ തരുക. എന്താണെന്നല്ലേ? ഇന്ന് നിനക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നീ തടി തപ്പി. പക്ഷെ നെക്സ്റ്റ് ടൈം നീ ഞങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ, മേ ബി ടുമാറോ ആയിരിക്കാം. സോ നീ ഞങ്ങളെ എപ്പോൾ മീറ്റ് ചെയ്താലും ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഒന്നുകിൽ ഡാൻസ് അല്ലെങ്കിൽ പാട്ട്. ഇതിലേതെങ്കിലും ഒന്ന് നീ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ഞങ്ങൾ ആരാന്ന് മോൾക്ക് മനസ്സിലാക്കി തരും കേട്ടോ. ഇത് ഓക്കെ ആണെങ്കിൽ നിനക്കിപ്പോൾ ഇവിടുന്ന് പോകാം. അതല്ല എങ്കിൽ ഞങ്ങൾ ഈ തന്ന ടാസ്ക് ചെയ്തിട്ട് പോകാം. ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുക. ഡിസിഷൻ ഈസ് യുവേഴ്സ്. യു ഗോട്ട് ഇറ്റ്? ഞാൻ നിങ്ങളെ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. പ്ലീസ് എന്നെ ഇപ്പൊ ഒന്ന് വിടുവോ? ഓക്കെ, നിന്റെ റിക്വസ്റ്റ് കേട്ടില്ലാന്ന് വേണ്ടല്ലോ. സോ മോള് വിട്ടോ ക്ലാസ്സിലേക്ക്. ഷോ, അത്ര പെട്ടെന്ന് അവളെ പറഞ്ഞേക്കേണ്ടായിരുന്നു. കുറച്ചു നേരം കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വിട്ടാ മതിയായിരുന്നു അവളെ. നീ വിഷമിക്കില്ലേ എൻ്റെ അന്നമ്മോ? നമുക്ക് സമയമുണ്ടല്ലോ. വരട്ടെ ഒരവസരം. നീ വെയിറ്റ് ചെയ്യും മുത്തേ. എന്നാലും എന്തൊരു കഷ്ടമാണ് അളിയ. ഒറ്റ എണ്ണത്തിന് പോലും കാണുന്നില്ലല്ലോ. ഈ പ്രാവശ്യം കളക്ഷൻ തീരെ മോശമാ അല്ലേ? ആടാ അളിയ, നീ പറഞ്ഞ ആ കാര്യത്തിനോട് ഞാനും യോജിക്കുന്നു. കളക്ഷൻ തീരെയില്ല. ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്, വായി നോക്കീന്ന്. എൻ്റെ ക്യാറ്റ്, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. വായി നോക്കിയെന്നല്ല, വായി നോക്കികൾ എന്നാണ് പറയേണ്ടത്. അവർ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. മറ്റൊരു കാര്യത്തിലും ഇല്ലാത്തൊരു ശുഷ്കാന്തിയ ഇവന്മാർക്ക് ഈ കാര്യത്തിലുള്ളത്. You too? This is too much. ഈ ഒരു കാര്യത്തില് നീ മാത്രമായിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ. ഇപ്പോ നീയും തുടങ്ങിയല്ലേ ഇവരെ പോലെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ. എൻ്റെ പൊന്നളിയ, ഞാൻ ഈ കോളേജിൽ വന്ന ടൈം തൊട്ട് ഈ നിമിഷം വരെ നിങ്ങളുടെ രണ്ടെണ്ണത്തിൻ്റെയും കോഴിത്തരം ഞാൻ ഡെയിലി കാണുന്നതല്ലേ. സ്വാഭാവികമായും പറയുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നെ ഇവരാണെങ്കിൽ ഡെയിലി നിങ്ങളോട് ഇത് പറയുന്നു. ഞാനങ്ങനെ പറയാറില്ല. ഒരവസരം കിട്ടിയപ്പോൾ നിങ്ങളുടെ കോഴിത്തരത്തെ പറ്റി പറഞ്ഞേ ഉള്ളൂ. ലേശം ഓവറല്ലേ അളിയ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ലേശം ഓവറാണല്ലേ? ലേശമല്ല, അത്യാവശ്യം നല്ല ഓവറാ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഉരുട്ടടക്കേ ഉരുട്ടടക്ക നിന്റെ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ തമ്മിത്തല്? അങ്ങോട്ടൊന്ന് നോക്ക്. അവിടെ എന്താ?
ആരാടി അവൻ? കോളേജില് ഇത്രയും ടിപ് ടോപ്പ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഇയറോ? ആരായാൽ എന്താ മോനെ, ചെക്കൻ കൊഞ്ചനാ. ഓ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല അവൻ. എടാ മോനെ, നിനക്ക് ജലസ് തോന്നിയിട്ടേ യാതൊരു കാര്യമില്ല. ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ദേ ഇതാണ്. ദേ അവനതാ വരുന്നുണ്ട്. നമുക്കവനെ ഇങ്ങോട്ട് വിളിക്കാം. ഡോ, നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. എന്താ? നിനക്കെന്താടാ ഇത്ര ഗൗരവം? അല്ല, നിന്റെ പേരെന്താ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വഴിയെ പോകുന്നവരൊക്കെ വിളിച്ചു നിർത്തി പേര് ചോദിക്കണം എന്നൊക്കെ. എക്സ്ക്യൂസ് മീ ബ്യൂട്ടിഫുൾ, ഞങ്ങൾ നിന്റെ പേര് മാത്രല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ നിന്റെ അഡ്രസ് ഒന്നും ചോദിച്ചില്ലല്ലോ. എന്താണ് ഇവിടെ പ്രശ്നം? പിന്നെ തുടങ്ങിയോ നീയൊക്കെ? അല്ല സാറ് ക്ലാസ്സിലേക്ക് പോവാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ വന്നതാ. അപ്പോഴാ ഇവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും നിൽക്കുന്നത് കണ്ടത്. അവർക്ക് എന്നെ പരിചയപ്പെടണമെന്ന് ഒരേ ആഗ്രഹം. പിന്നെ പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി. ഓ, ഇപ്പൊ കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ഇവരിങ്ങനെയാ. വന്ന് നിനക്കൊക്കെ ടീച്ചേഴ്സിനെ മനസ്സിലാകാതെ ആയോടാ. സാർ എന്തായാലും ഓഫീസിലേക്ക് പോക്കോ, ഞാൻ ഇവന്മാരോട് പറഞ്ഞേക്കാം. എടാ, ഇത് നിങ്ങളുടെ ന്യൂ പ്രൊഫസറാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് നിൽക്കരുത്. ഓക്കെ. ഓയ് പ്രൊഫസർ, എന്താ പേര്? ആ പേരെന്ന് പറഞ്ഞിട്ട് പോ മാഷേ.